ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക പരിസ്ഥിതി ദിനാചരണം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ അഴിമതിക്കും ക്രമക്കേടുകൾക്കുമെതിരെ സി ക്ലാസ് അംഗങ്ങളുടെ പ്രതിഷേധം. ഏഴാമത് കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂൺ 14 ചിന്മയ വിദ്യാലയത്തിൽ. ശ്രദ്ധേയമായ നാടകങ്ങൾ അരങ്ങിലെത്തിച്ച മൺസൂൺ തിയേറ്റർ ഗ്രൂപ്പ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ അഴിമതിക്കും ക്രമക്കേടുകൾക്കുമെതിരെ സഹകാരികളുടെ കൂട്ടായ്മ ധർണ നടത്തി. KPOA മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സി ക്ലാസ് അംഗങ്ങളാണ് പ്രതിഷേധിച്ചത്. നിലവിലുള്ള ഭരണസമിതി സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടുകളും നടത്തുകയാണെന്നാണ് സി ക്ലാസ് അംഗങ്ങളുടെ കൂട്ടായ്മ ആരോപിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ പ്രസിഡന്റായ സ്ഥാനത്തു നിന്നും മാറ്റിയാണ് ക്രമക്കേടുകൾ നടത്തുന്നതെന്നും നിക്ഷേപകർ പറഞ്ഞു. സഹകരണ സംഘത്തിലെ ക്രമക്കേടുകൾക്കെതിരെ സി ക്ലാസ് മെമ്പർമാരുടെ കൂട്ടായ്മ പാവമണി റോഡിലെ പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംഘത്തിലെ ക്രമക്കേടുകളും അഴിമതിയും പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെട്ടു. KPOA മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനും ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് കസബ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് ഈ എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിച്ച ഈ ഭരണസമിതി ഇതിന് സമാധാനം പറയേണ്ടിയിരിക്കുന്നു. പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ സമ്പാദ്യത്തിൽ നിന്ന് ആ സമ്പാദ്യം ഉപയോഗിച്ച് ഈ സംഘം പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഈ സംഘത്തിന് പ്രസിഡന്റായിരുന്ന പോലീസ് മേധാവിയെ മാറ്റിയത്? പോലീസ് മേധാവി പ്രസിഡന്റായിരിക്കുമ്പോഴാണ് തന്നിഷ്ടപ്രകാരം തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ ഇംഗീതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ജില്ലാ പോലീസ് മേധാവിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന് ഈ അഴിമതി കാണുമ്പോൾ ഞങ്ങൾ സംശയിക്കുകയാണ്. മുൻ ബോർഡ് അംഗം P രാജൻ അധ്യക്ഷനായിരുന്നു. മുൻ ഭാരവാഹികളായ അബ്ദുള്ളക്കോയ, പുരുഷോത്തമൻ, ജയരാജൻ, മുരളീധരൻ P, T ശോഭി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഏഴാമത് കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂൺ 14 തൊണ്ടയാട് ചിന്മയ വിദ്യാലയത്തിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രാരംഭ മത്സരമാണ് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യോഗാ സെന്ററുകളിലെ യോഗ വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തുന്ന ഒരു മത്സരമാണ്. ജില്ലാ തലത്തിലുള്ള മത്സരമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ ജില്ലാ മത്സരത്തിൽ നിന്നും വിജയിക്കുന്നവർ സംസ്ഥാന തലത്തിലുള്ള ചാമ്പ്യൻഷിപ്പിലേക്ക് അർഹത നേടുകയും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ നിന്നും വിജയിക്കുന്നവരെ ദേശീയ തലത്തിലുള്ള ചാമ്പ്യൻഷിപ്പിലേക്ക് മത്സരിപ്പിക്കുകയും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവർക്ക് ഏഷ്യൻ ഗെയിംസ്, ഖേലോ ഇന്ത്യ തുടങ്ങിയ അന്തർദേശീയ മത്സരങ്ങളിലേക്ക്. കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏഴാമത് കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ തൊണ്ടയാട് ചിന്മയ വിദ്യാലയത്തിൽ വെച്ച് നടക്കും.
MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. യോഗാസന ഭാരതിന്റെയും യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും ജില്ലാ ഘടകമാണ് കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ. സ്കൂൾ ഗെയിംസ് ഓഫ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, CBSE, ICSE തുടങ്ങിയ വിദ്യാഭ്യാസ ബോർഡുകൾ ഔദ്യോഗികമായി സ്വീകരിച്ച കോഡ് ഓഫ് പോയിന്റ് സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ, ആർട്ടിസ്റ്റിക് സിംഗിൾ, ആർട്ടിസ്റ്റിക് പെയർ, റിതമിക് പെയർ, വ്യക്തിഗത ഇനങ്ങളായ ഫോർവേഡ് ബെൻഡ്, ബാക്ക് ബെൻഡ്, ഹാൻഡ് ബാലൻസ്, ലെഗ് ബാലൻസ്, ട്വിസ്റ്റിംഗ് ബോഡി, സുപ്പൈൻ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. പങ്കെടുക്കുന്ന എല്ലാ താരങ്ങൾക്കും സർട്ടിഫിക്കറ്റും ആദ്യ 3 സ്ഥാനക്കാർക്ക് മെഡലുകളും ലഭിക്കും. താല്പര്യമുള്ളവർ 2026 ജൂൺ 11 മുൻപ് ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്യണം. പ്രായം തെളിയിക്കുന്ന രേഖകൾ, മെഡിക്കൽ ഫിറ്റ്നസ് എന്നിവ അപേക്ഷയോടൊപ്പം വെക്കണം. പ്രായപരിധി 10 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 94 97 67 92 11 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാർത്താ സമ്മേളനത്തിൽ യോഗാചാര്യൻ ശ്രീ ഉണ്ണിരാമൻ, വി സജീവ്, ജയരാജ് വി, രമേഷ് PV, നിതിൻ, രാജേഷ് KM, സവിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൺസൂൺ തിയേറ്റർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച നാടകപ്പെയ്ത്ത് ശ്രദ്ധേയമായി. 2 നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. പ്രൊവിഡൻസ് കോളേജിന്റെ ബാർബറസ്, അത്തോളി ഗവൺമെന്റ് UPയുടെ ഇഞ്ച എന്നീ നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. കലയിലെ ഏകാധിപത്യത്തെക്കുറിച്ചാണ് ബാർബറസ് ചർച്ച ചെയ്തത്. ഒരു അന്താരാഷ്ട്ര നാടക സംഘത്തിൽ സംവിധായകൻ ഏകാധിപതിയാകുമ്പോൾ അതിനകത്ത് ഞെരിഞ്ഞമരുന്ന മനുഷ്യരുടെ കഥയാണ് ബാർബറസ്. കലയിലും സാംസ്കാരിക രംഗത്തും പോലും ഏകാധിപത്യം കടന്നുവരുന്നത് ബാർബറസ് വരച്ചു കാട്ടുന്നു. സതീഷ് K. സതീഷാണ് രചന. കുഞ്ചിയമ്മയുടെ 4 മക്കൾക്ക് വേണ്ടിയുള്ള കൊച്ചുകുട്ടികളുടെ അന്വേഷണമാണ് ഇഞ്ച. പുതിയ പഠന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം പുതിയ കാലത്തെ കുട്ടികളുടെ ഭാഷയിലൂടെയാണ് നാടകത്തിന്റെ സഞ്ചാരം. കോടതിയും ബാലാവകാശ കമ്മീഷനും തുടങ്ങി പുതിയ കാല നിയമങ്ങളുടെ ചട്ടക്കൂടിൽ കുഞ്ചിയമ്മയും കുഞ്ചുവും എത്തിയപ്പോൾ അത് വേറിട്ടൊരു അനുഭവമായി. PV ഷാജുവിന്റെ ലേഖനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രദീപ് കാവുന്തറയാണ് നാടകത്തിന്റെ രചന നിർവഹിച്ചത്. രണ്ട് നാടകങ്ങളും സംവിധാനം ചെയ്തത് MM രാകേഷ് ആണ്. ബാർബറസ് കലാ സംവിധാനം സുബീഷ് ചേളന്നൂർ, ഇഞ്ച കലാ സംവിധാനം ശിവൻ പന്നിയൂർക്കുളം, ലൈറ്റ് ഡിസൈൻ അരുൺ NT, അസോസിയേറ്റ് ഡയറക്ടർ രമ്യ R, പബ്ലിസിറ്റി ഡിസൈൻ റഹീം ഇച്ചൂസ്, സാങ്കേതിക സഹായം രാഹുൽ മക്കട. നാടകപ്പെയ്ത്തിൽ MM രാകേഷ് സ്വാഗതം പറഞ്ഞു. രാധാകൃഷ്ണൻ പേരാമ്പ്ര അധ്യക്ഷനായിരുന്നു. സതീഷ് K. സതീഷ്, A. രത്നാകരൻ, പ്രതീഷ് പെരുമണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ പഴക്കം ചെന്ന ആൺകുട്ടികളുടെ പൊതുവിദ്യാലയമായ കോഴിക്കോട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികളെത്തുന്നു. സർക്കാരിന്റെ സഹവിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 233 വർഷത്തിന് ശേഷം പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചു. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ 233 വർഷത്തെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് ഈ വർഷം ഹയർ സെക്കൻഡറിയിൽ പെൺകുട്ടികൾ എത്തുന്നു എന്നുള്ളതാണ് സന്തോഷവാർത്ത. നമുക്കറിയാം, സർക്കാരിന്റെ പുതിയ നയങ്ങൾ കോ എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് ബൗദ്ധികമായിട്ടുള്ള മാനങ്ങൾ, വൈകാരികമായിട്ടുള്ള മാനങ്ങൾ. ഇപ്പോൾ ഈ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തുന്നത് ഈശോ സർക്കാരാണ്, ജെസ്യൂട്ട്സ് ആണ്. വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 500 വർഷമായിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഈശോസഭയുടെ സ്ഥാപനങ്ങളുണ്ട്, മികച്ച സ്ഥാപനങ്ങളുണ്ട്. 2026-27 അധ്യയന വർഷം മുതൽ സെന്റ് ജോസഫ് സ്കൂളിൽ +1നും 2027-28 അധ്യയന വർഷം മുതൽ 5ാം ക്ലാസ്സിലേക്കും ഘട്ടം ഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പെൺകുട്ടികൾക്കായി പ്രത്യേക ശുചിമുറിയും വിശ്രമമുറിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഈ മാറ്റം കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തിനും വ്യക്തിത്വ വികാസത്തിനും അവസരമൊരുക്കുമെന്ന് പ്രത്യാശിക്കുന്നതായി സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു.
1793 കോഴിക്കോട് ദേവമാതാ പള്ളിമേടയിൽ ഫാദർ ഗാബ്രിയോൽ ഗോൺസാൽവസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് 2400ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ പയസ് വാച്ചാപ്പറമ്പിൽ, പ്രിൻസിപ്പൽ ഫാദർ സൂരജ് ഡൊമിനിക്, ഹെഡ്മാസ്റ്റർ ഫാദർ SM തദയൂസ്, സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ വി, PTA പ്രസിഡന്റ് സതീഷ് ചന്ദ്ര തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹയർ സെക്കൻഡറി NSS ജില്ലയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് സൗത്ത് ജില്ലയിലെ 86 യൂണിറ്റുകളിലും വിപുലമായാണ് പരിസ്ഥിതി ദിനാഘോഷം നടന്നത്. വൃക്ഷത്തൈ വിതരണം, നട്ടുപിടിപ്പിക്കൽ, ബോധവൽക്കരണങ്ങൾ, പ്രതിജ്ഞ, മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, ക്വിസ് മത്സരങ്ങൾ, പോസ്റ്റർ പ്രദർശനം തുടങ്ങിയ വിപുലമായ പ്രവർത്തനങ്ങളാണ് ഹയർ സെക്കൻഡറി NSS ജില്ലയിൽ സംഘടിപ്പിച്ചത്. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്ന UN പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലാ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം, കോഴിക്കോട് കോർപ്പറേഷൻ, കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്, എരവത്തുകുന്ന് VK കൃഷ്ണമേനോൻ സ്മൃതിവനം സൊസൈറ്റി എന്നിവർ സംയുക്തമായി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ മേയർ O സദാശിവൻ എരവത്തുകുന്ന് സ്മൃതിവനത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിനായി ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങാമെന്നും ജലവും മണ്ണും സംരക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനും മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കാനും നടപടികളെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രകൃതിയുമായി മനുഷ്യൻ ഇണങ്ങി ജീവിച്ചു പോന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് മൃഗങ്ങളാവട്ടെ, മനുഷ്യരാവട്ടെ, പ്രകൃതി വിഭവങ്ങളാവട്ടെ എല്ലാം നല്ലതുപോലെ പങ്കിട്ടെടുക്കുകയും പ്രകൃതിയുടെ സമതുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു പോരുന്ന ഒരു രീതിയായിരുന്നു പണ്ട് കാലങ്ങളിൽ ലോകവ്യാപകമായി ഉണ്ടായിരുന്നതെങ്കിൽ പിൻകാലത്ത് ലോകത്ത് വന്ന പലതായ മാറ്റങ്ങൾ കാരണം പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള വീഴ്ച വരികയുണ്ടായി. NSS വോളണ്ടിയർ ആയിഷ തൻഹ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൗൺസിലർ കവിത അരുൺ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. NSS സൗത്ത് ജില്ലാ കൺവീനർ MK ഫൈസൽ NSS സന്ദേശം നൽകി. പ്രിൻസിപ്പൽ ഡൈന K ജോസഫ്, സജ യൂനിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ സലീന M പദ്ധതി വിശദീകരിച്ചു. ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ, സ്മൃതിവനം സൊസൈറ്റി അംഗങ്ങളായ ചേമ്പിൽ വിവേകാനന്ദൻ, MK ദിവാകരൻ, P പ്രേംകുമാർ, HI സുബ്ബാറാം, ഷബ്ന TP, ഫാത്തിമ ഷഫ്ന, നസീബ് P എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രകൃതിയിലെ വൈവിധ്യങ്ങൾ കുരുന്നു ഭാവനയിൽ വിരിഞ്ഞതിന്റെ നേർക്കാഴ്ചയായി കോഴിക്കോട് അക്കാദമി ആർട്ട് ഗ്യാലറിയിലെ പാരിസ്ഥിതിക ചിത്ര പ്രദർശനം. പാരിസ്ഥിതികം പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾ വരച്ച പ്രകൃതി ചിത്രങ്ങളുടെ പ്രദർശനമാണ് ആരംഭിച്ചത്. LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളുടെ പ്രദർശനത്തിനാണ് ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായത്. പ്രദർശനം 5 ദിവസം നീണ്ടു നിൽക്കും. സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളും ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ അനുപമമായ ഭംഗിയും വിളിച്ചോതുന്ന ചിത്രങ്ങളോടൊപ്പം മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന കയ്യേറ്റങ്ങളും കടന്നുകയറ്റങ്ങളെക്കുറിച്ചുമെല്ലാമുള്ള വരും തലമുറയുടെ ആദിയും ജലച്ചായത്തിലും പെൻസിൽ ഡ്രോയിങ്ങിലുമായി വിദ്യാർത്ഥികൾ വരച്ചു കാട്ടിയപ്പോൾ അത് വേറിട്ട കാഴ്ചകളിലൊന്നായി മാറി.
സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പും കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല പാരിസ്ഥിതികം പ്രകൃതി ചിത്രരചനാ മത്സരത്തിലെ സമ്മാനാർഹമായതും തിരഞ്ഞെടുത്തതുമായ 62 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. 2 മാസം മുൻപ് നടത്തിയ മത്സരത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് 190ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഇതിൽ നിന്നും തെരഞ്ഞെടുത്തതാണ് 62 ചിത്രങ്ങൾ. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരനും ഉറൂബിന്റെ മകനുമായ ഇ സുധാകരൻ നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PN ഉദയഭാനു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജൈവ കർഷക കൂട്ടായ്മ ചെയർമാൻ CP അബ്ദുറഹിമാൻ, ജിഷി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പാരിസ്ഥിതികം പ്രോഗ്രാം കോർഡിനേറ്റർ MA ജോൺസൺ, കൊല്ലറക്കൽ സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂൺ 7 ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം അഡ്വക്കേറ്റ് K ജയന്ത് MLA നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് നൌഷാദ് KP NSS ലീഡർമാർക്ക് വൃക്ഷത്തൈകൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും കോഴിക്കോട് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായി വിപുലമായ രീതിയിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് നൌഷാദ് KP, NSS ലീഡർമാരായ അഹമ്മദ് തൻവീർ, ഷബാസിയ PM എന്നിവർ വൃക്ഷത്തൈകൾ കൈമാറിക്കൊണ്ട് പരിസ്ഥിതി ദിന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ബഷീർ TP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ VK ഫൈസൽ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു D, NSS പ്രോഗ്രാം ഓഫീസർ രജനി K, PTA വൈസ് പ്രസിഡന്റ് റാസിഖ്, ഫാത്തിമ CT തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. NSS ലീഡർ ഷബാസിയ PM ചടങ്ങിൽ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. കോഴിക്കോട് താലൂക്ക് ലീഗൽ സർവീസ് സെക്രട്ടറി പ്രദീപ് ഗോപിനാഥ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. കോഴിക്കോട് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി പ്രതിനിധി സഹൽ ചടങ്ങിന് നന്ദി പ്രകാശനം നടത്തി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ക്യാമ്പസിലെ പരിപാടികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുതിയറ BMUP സ്കൂളിൽ ബോധവൽക്കരണ പരിപാടിയും വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. കോഴിക്കോട് ആസ്റ്റർ മിംസ് COO ഡോക്ടർ ഗോപിനാഥ് മമ്പള്ളിക്കളം ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുതിയറ BMUP സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആസ്റ്റർ മിംസ് അക്കാദമിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം വിദ്യാർത്ഥികളും ആസ്റ്റർ വോളണ്ടിയേഴ്സും ചേർന്ന് ബോധവൽക്കരണ പരിപാടിയും ഇക്കോ ക്രാഫ്റ്റ് ആൻഡ് അവയർനെസ് വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ദിലീപ് S അധ്യക്ഷനായ ചടങ്ങിൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ഗോപിനാഥ് മമ്പള്ളിക്കളം ഉദ്ഘാടനം നിർവഹിച്ചു. ആസ്റ്റർ മിംസ് അക്കാദമി MHA വകുപ്പ് മേധാവി പ്രൊഫസർ രഞ്ജിത് കുമാർ K, എക്കോ ക്ലബ്ബ് കൺവീനർ ഷജീർ ഖാൻ വയ്യാനം, ആസ്റ്റർ മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ K മുഹമ്മദ് ഹസീം, കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ അനു S കടയത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അഹിംസ ടോയ് മേക്കറും തിയേറ്റർ പ്രാക്ടീഷണറുമായ സിനി MP-യുടെ നേതൃത്വത്തിൽ ഇക്കോ ക്രാഫ്റ്റ് ആൻഡ് അവയർനെസ് വർക്ക്ഷോപ്പും നടന്നു. പരിസ്ഥിതി സംരക്ഷണം, പുനരുപയോഗം,
മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയുടെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ഈർക്കലുകൊണ്ട് വീടുണ്ടാക്കിയിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അധികം ടോയ്സ് ഒക്കെ നമ്മൾ മേടിക്കുകയാണ് ചെയ്യാറില്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഞാൻ കുറച്ച് ടോയ്സ് ഒക്കെ കാണിച്ചു തരാം. അപ്പൊ ടോയ് ഫ്രം ട്രാഷ് ആണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി MP വീരേന്ദ്രകുമാറിന്റെ 21 കൃതികൾ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകി. വീരേന്ദ്രകുമാർ സ്മൃതി ഉദ്യാനം ചെയർമാൻ ഇളവന ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് MP വീരേന്ദ്രകുമാർ സ്മൃതി ഉദ്യാനവും പരിസ്ഥിതി സംരക്ഷണ വേദിയും സംയുക്തമായി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയിൽ MP വീരേന്ദ്രകുമാർ രചിച്ച 21 പുസ്തകങ്ങൾ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിക്ക് കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ MK ഹസീല ടീച്ചർക്ക് സ്മൃതി ഉദ്യാനം ചെയർമാൻ ഇളമന ഹരിദാസ് പുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്കായി വൃക്ഷത്തൈകളും കൈമാറിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. C ജയപ്രകാശൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും MP വീരേന്ദ്രകുമാറിന്റെ സാഹിത്യ സാമൂഹിക സംഭാവനകളും അനുസ്മരിച്ചുകൊണ്ടാണ് പരിപാടി നടന്നത്. ടാർസൻ ജോസ്, ഗോൾഡൻ ബഷീർ, MK യാസർ, PV സാദിഖ്, റാഷിദ് കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ വായനാശീലവും പ്രകൃതി സ്നേഹവും വളർത്തുന്നതിനും ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകരമാണെന്ന് പരിപാടിയിൽ അഭിപ്രായമുയർന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം. കിങ്സ് ഓഫ് പോലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് പരിപാടി നടത്തിയത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പോലൂർ കുളമുള്ളയിൽ താഴം പ്രദേശത്ത് വെച്ച് നടന്ന വൃക്ഷത്തൈ വിതരണം ഫാസിൽ പോലൂർ സ്വാഗതവും MJ മണിലാൽ ഉദ്ഘാടനവും ചെയ്തു. കുരുവട്ടൂർ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ റഷീദ് പോലൂർ ആശംസാ പ്രസംഗം നടത്തി. ഫായിസ്, മുഹമ്മദ് റിജു, കോയ, ഹുസൈൻ, കുറ്റിയിൽ കോയ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ദിശ മാത്തോട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. മാറാട് പോലീസ് സബ് ഇൻസ്പെക്ടർ അശ്വിൻ റോയ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമി സിറ്റി സെക്രട്ടേറിയറ്റ് അംഗം PK നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൾ റസാഖ് മാത്തോട്ടം അധ്യക്ഷനായിരുന്നു. വെൽഫെയർ പാർട്ടി ചെറുവണ്ണൂർ മേഖലാ സെക്രട്ടറി താസിം താരിഖ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുസ്തഫ തുടങ്ങിയവരും സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക പരിസ്ഥിതി ദിനാചരണം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ അഴിമതിക്കും ക്രമക്കേടുകൾക്കുമെതിരെ C ക്ലാസ് അംഗങ്ങളുടെ പ്രതിഷേധം. ഏഴാമത് കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂൺ 14 ചിന്മയ വിദ്യാലയത്തിൽ. ശ്രദ്ധേയമായ നാടകങ്ങൾ അരങ്ങിലെത്തിച്ച മൺസൂൺ തിയേറ്റർ ഗ്രൂപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.